ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ പുത്തൻപീടിക കാരുണ്യയുടെ ഈ വർഷത്തെ രോഗി ബന്ധു സംഗമം നടന്നു. വിവിധ രോഗങ്ങൾ ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്തവർക്കായാണ് പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ ഈ സംഗമം ഒരുക്കിയത്. പലരും ആംബുലൻസിലാണ് ആഘോഷത്തിനെത്തിയത്. ഇതിനായി കാരുണ്യയുടെ വളണ്ടിയർമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും യത്നിച്ചു. സൗജന്യമായി സർവീസ് നടത്തിയ 2 ആംബുലൻസുകളും കാരുണ്യയുടെ സ്വന്തം ആംബുലൻസുമാണ് രോഗികളെ സംഗമവേദിയിലേക്ക് എത്തിക്കാൻ ഓടിയത്. 10 കട്ടിലുകളും കിടക്കയും രോഗികൾക്കായി സജ്ജമാക്കിയിരുന്നു. വീൽ ചെയറുകളിലിരുന്നും അവർ പരിപാടികൾ ആസ്വദിച്ചു. ഓക്സിജൻ സൗകര്യവും ഡോക്ടറും ഉൾപ്പെടെ മെഡിക്കൽ സംവിധാനങ്ങളും ഇവിടെയുണ്ടായിരുന്നു. കാരുണ്യയുടെ 30-ലേറെ വളണ്ടിയർമാരും ശ്രീനാരായണ കോളേജിൽ നിന്നുള്ള NSS വളണ്ടിയർമാരും രോഗികൾക്ക് പരിചരണമൊരുക്കി. രോഗികൾ തന്നെ വിളക്ക് കൊളുത്തിയാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മോഹിനിയാട്ടം, തിരുവാതിരകളി, മാജിക് ഷോ തുടങ്ങിയവയ്ക്ക് പുറമെ സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് കൈനിറയെ സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. CC മുകുന്ദൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, കൺവീനർ രാജീവൻ കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, റോഷി, ഷിനിൽകുമാർ, സിസ്റ്റർ ആതിര, സിസ്റ്റർ വർഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.